PK രാംദാസ് എന്ന വൻമരം വീണു. പകരം ആര്? അതാണ് ചോദ്യം. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് ശരിക്കും കനി ഒരു ഇന്റർവ്യൂവില് കനിയും ദിവ്യപ്രഭയും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇരിപ്പെന്ന് പറയുന്നത് കാല് മുകളിൽ കയറ്റി വെച്ച് നമ്മളിങ്ങനെ വേറൊരു സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സുഖം തോന്നി. കാരണം നിങ്ങളുടെ കംഫർട്ടബിലിറ്റി മാത്രമല്ല, അത് ശരിക്കും ഒരു പ്രതിഷേധവും കൂടിയാണ്. അതിനകത്തൊരു രസമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ശരിക്കും അവിടെ കൊതുകുണ്ടായിരുന്നു. ശരിക്കും അവിടെ കൊതുകുണ്ടായിരുന്നു. ഹായ് രമ. ഹലോ. ഒത്തിരി കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കാം. ആയിക്കോട്ടെ. അന്ന് ഋതു സമയത്ത് ശരിക്കും നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചുണ്ട് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ അന്തം വിട്ടിരുന്നതാ. അപ്പൊ അന്നത് കണ്ടിരുന്നപ്പോ തോന്നിയതാ, അത് ഞങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു പെണ്ണാണ്. എന്റെ മനസ്സിലുള്ള ഇവള് ഭയങ്കര വലിയ ആളാണ്, നമുക്ക് നടക്കൂല ഈ പരിപാടി എന്നുള്ളൊരു സാധനം. ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്നിട്ട് ആ കിണറിന്റെ അവിടെ വന്നിട്ടുള്ള കുളിക്കുന്നതിനകത്ത് ഞാനൊക്കെ ഈ സ്വപ്നത്തിൽ കഥകൾ വായിക്കില്ലേ പണ്ട്, ആ കഥകൾ വായിക്കുന്നതിന്റെ ഒരു വിഷ്വല് ഇങ്ങനെ കാണുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഫ്ലാഷ് ബാക്ക്. വാസന്തിയുടെ ഒരു നോട്ടമുണ്ട്, ഈ അതായത് താല്പര്യത്തോടു കൂടി ഒരു നോട്ടമുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്കൊരു അപ്രീസിയേഷൻ കൊടുക്കണമെന്ന് വിചാരിച്ചു. ആക്ട്രസ് ആരെ വേണം എന്നുള്ള ഇങ്ങനെ ആലോചനയിലായിരുന്നു. അപ്പം ഞാനാണ് പറഞ്ഞിങ്ങനെ ശ്വാസിക എങ്ങനെ ഉണ്ടാവും നോക്കുന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സെലക്ഷൻ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഈ നിങ്ങളെല്ലാം കുറച്ചുകൂടെ ചെറുപ്പമാണ് അതിനകത്ത്. നല്ല രസമുണ്ട് കാണാൻ. ഈ സ്വാസികയുടെ മുഖത്ത് ആ മുഖക്കുരുക്കൾ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര രസം. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ടൊരു സാധനം കൂടെ ഉണ്ട്. അതായത് മരുമകൻ മരിക്കുമ്പോൾ മറ്റേ ആളുടെ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയും. പൊക്കോളാൻ പറഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് ഷോട്ട് വെച്ചേക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞതിൻ്റെ ഒരു ഫീലാണോന്ന് അറിഞ്ഞൂടാ, ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് പോലെ, എന്നാൽ അവിടെ നിന്ന് ഞാൻ റിലാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഞാനിത് ലീഡ് ചെയ്യാണ് എന്നുള്ളൊരു ഫീൽ വരുന്ന രണ്ട് തരത്തിലുള്ള ഭാവങ്ങളുള്ള ഒരു സാധനമുണ്ട്. ഇതൊക്കെ എത്രത്തോളം ഈ റഹ്മാൻ ബ്രദേഴ്സ് പറഞ്ഞു തന്നിട്ട് ആണ് ആ സീനിലൊക്കെ ചെയ്തത്. ടെക്നോളജി കൂടി, കാരണം നിങ്ങൾ തന്നെ സിജുവിന്റെ ആദ്യം വന്നിട്ട് ഇയാളെ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവരുമ്പോഴാണല്ലോ ഇയാളെ കാണുന്നത്. ആ സമയത്തുള്ള കൊതിയോടുകൂടിയുള്ള നോട്ടം ഉണ്ടോ അതിൽ വെച്ച് കുറച്ചൊരു ആക്രാന്തം കണ്ണിലുണ്ട്, പക്ഷെ മുഖത്തൊന്നും കാണിക്കുന്നില്ല. ഇയാൾക്ക് എന്താണ് വയ്യേ? മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവി അല്ല. ആ രോഗി സ്വാസിക എന്ന ഉന്മാദിയെ കാണാൻ നിങ്ങൾ ഈ സിനിമ കണ്ടേ പറ്റും. പോരെ, നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? എന്റെ കർത്താവേ, എന്നാൽ എന്നാ പറ്റിയേ? കഴപ്പ്. പ്ലീസ് സബ്സ്ക്രൈബ്